നിക്ഷേപിക്കാനായിട്ട് പറയുമ്പോൾ പല ആളുകൾക്കും 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ നിക്ഷേപിക്കാനൊക്കെ വളരെ മടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തിൽ കൂടുതൽ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. എന്നാൽ 50 വയസ്സ് വരെയും 60 വയസ്സ് വരെയും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് കഷ്ടപ്പെടാനായിട്ട് എല്ലാവരും റെഡിയാണ്. ഇത് തന്നെയാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 7 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഈസ് അലക്സ് ജേക്കബ്. നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോങ് ജഡ്ജ്മെൻറ്റ് ഓൺ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളതാണ്. നല്ലൊരു ശതമാനം ആളുകളും റിട്ടയർമെൻറ്റ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 70 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് റിട്ടയർമെൻറ്റ് ഡിസൈൻ ചെയ്യാറുള്ളത്. എന്നാൽ പലപ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ 90-95 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള നീക്കിയിരിപ്പും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പം ഒരു 90 വയസ്സ് വരെയോ അല്ലെങ്കിൽ ഒരു 95 വയസ്സ് വരെയോ നിങ്ങൾ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ തന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസേഷൻ ആണ്. അതായത് പല ആളുകളും അവരുടെ റിട്ടയർമെൻറ്റിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഫിനാൻഷ്യൽ ഗോളുകളെ പലപ്പോഴും ആളുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ പോലും അതിനെ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും മീഡിയം ടേം ഗോളായിട്ടൊക്കെ തരംതിരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഈ ഷോർട്ട് ടേം ഗോളുകളായിരിക്കും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് ആദ്യം വരുന്ന ഗോളായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ഗോളുകൾ വരുന്ന ഓർഡറിൽ തന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് ആളുകൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രോബ്ലം, നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കും ഗോൾ ലിസ്റ്റിൽ വരിക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ അതിന് ലാസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ ഗോളുകളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോളുകൾക്കെല്ലാം നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് നിങ്ങളൊരു കാറ് വാങ്ങണം, വീട് വെക്കണം, ഇല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ മാരേജ്, ഇങ്ങനെയുള്ള ഗോളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ ഫണ്ട് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ലോൺ എടുത്തുകൊണ്ട് പോലും നിങ്ങൾക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ഓൺ റിട്ടയർമെൻറ്റ്. നിങ്ങൾ 60 വയസ്സിലോ 65 വയസ്സിലോ എനിക്ക് റിട്ടയർ ചെയ്യണം എന്ന് പറഞ്ഞ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങൾക്കൊരു ലോൺ തരാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ ഗോളുകളും എക്സെപ്റ്റ് യുവർ ഓൺ റിട്ടയർമെൻറ്റ് നിങ്ങൾക്കതിനെ ഫണ്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ ഓൺ റിട്ടയർമെൻറ്റിന് നിങ്ങൾ തന്നെ ഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് വേറെ ഒരിക്കലും ഒരു ബാങ്കിൽ നിന്നോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒരു ലോൺ എടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് ഗിവിങ് ലാസ്റ്റ് പ്രയോറിറ്റി ടു യുവർ ഓൺ റിട്ടയർമെൻറ്റ്. അതുകൊണ്ട് എപ്പോഴും ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം റിട്ടയർമെൻ്റ് ആയിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും മാരേജ് ആണെങ്കിലും മറ്റ് എന്ത് ഗോളാണെങ്കിലും പ്രയോറിറ്റി കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അതിനെല്ലാം നിങ്ങൾക്ക് ലോൺ എടുത്തു പോലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിലുണ്ട്. റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനങ്ങളും നിങ്ങൾക്ക് പൈസ തരാനായിട്ട് പോകുന്നില്ല. അടുത്തൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ ഇത് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ് സ്കീമുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഭാവിയിൽ കിട്ടാനായിട്ട് പോകുന്നില്ല. ഇന്ന് ബാങ്കുകൾ ഏകദേശം ഒരു 3-4% എന്ന റേറ്റിലേക്കൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ അത് ഒരു 1%-2%ത്തിലേക്കൊക്കെ ഇനിയും താഴാനുള്ള സാധ്യതകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പല രാജ്യങ്ങളിലും
നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റും 1%, 1.5% ഇൻട്രസ്റ്റ് റേറ്റൊക്കെയാണ് ബാങ്കിങ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയും സ്വാഭാവികമായിട്ടും ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ കുറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നുണ്ടായിരുന്ന ഒരു തലമുറയേക്കാൾ വളരെയധികം ഫിനാൻഷ്യലി ബ്രോക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങളുടെ തലമുറ പോകാനിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1985 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു 14% ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇന്ത്യയിൽ ഇനി നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റുകൾ അവിടെ നിന്ന് അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ വർഷവും കുറഞ്ഞു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരും വർഷങ്ങളിലും അത് നല്ല രീതിയിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നുണ്ടായിരുന്ന ഒരു തലമുറ ബാങ്കിൽ FD ഇട്ടും പോസ്റ്റ് ഓഫീസിൽ FD ഇട്ടൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്മോൾ സേവിങ് സ്കീമുകളിൽ FD ഇട്ടുകൊണ്ട് മാത്രം അവരുടെ റിട്ടയർമെൻറ്റ് മാനേജ് ചെയ്തിരുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി ഉണ്ടാവില്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ക്യാപിറ്റലിനും ഇങ്ങനെ ഈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ഈ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അത് മ്യൂച്വൽ ഫണ്ടുകളാവാം, ഓഹരി നിക്ഷേപങ്ങളാവാം, അപ്പോൾ അതൊന്നും നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ പോലും നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറാനായിട്ട് പോകുന്നത്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസിഷൻസ് ആണ്. പലപ്പോഴും ആളുകൾ അവരുടെ ഫിനാൻഷ്യൽ ഗോളുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് റിട്ടയർമെൻറ്റിന് വേണ്ടി ഓൾറെഡി ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുക അത് ബ്രേക്ക് ചെയ്തിട്ട് അതെടുത്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ഗോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ കോർപ്പസ് എടുത്തുകൊണ്ട് മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ഗോളുകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇതൊരിക്കലും ചെയ്യരുത്. കാരണം റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ്ങർ ഹൊറൈസണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ പ്രിൻസിപ്പൽ എമൗണ്ടോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണോ അല്ല നിങ്ങളുടെ ഫൈനൽ എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നിങ്ങളുടെ റിട്ടേൺസ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിട്ടേൺസ് അത് നിങ്ങൾ കളയാതിരിക്കുക. ഇമോഷണൽ ഡിസിഷൻസിൻ്റെ പുറത്ത് ആളുകൾ വരുത്തുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്കാണ് ഓൺ പ്രോപ്പർട്ടീസ് പ്ലഡ്ജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയിട്ടോ പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആളുകൾ ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ലോൺ എന്ന് പറയുന്ന ഒരു അല്പം വലിയ ലോൺ തന്നെയായിരിക്കും. അപ്പോൾ ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ലോൺ നിങ്ങൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലൊരു സമയവും ഈ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 50 വയസ്സ് 60 വയസ്സ് ഒരു സമയം വരെ ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി ലോൺ അടച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാവകാശം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഇമോഷൻസിൻ്റെ പുറത്ത് ആളുകൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് ഗ്യാരണ്ടർ ആവുക അല്ലെങ്കിൽ ജാമ്യം നിൽക്കുക എന്ന് പറയുന്ന പരിപാടി. പലപ്പോഴും ആളുകൾ അവരുടെ ഓൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ആയിരിക്കില്ല ഇങ്ങനെയുള്ളൊരു ഡിസിഷൻസ് എടുക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഔട്ട്കമ്മിൻ്റെ പുറത്തായിരിക്കും പലപ്പോഴും ഇത്തരത്തിൽ ആളുകളെ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ റിലേഷൻസൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മുടെ സ്വന്തം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ മാത്രമല്ല നമ്മുടെ ഫുൾ റിട്ടയർമെൻറ്റ് പ്ലാനിനെ പോലും സാരമായിട്ട് ബാധിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയുള്ള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ഫിനാൻസിനെ ഓൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ബാധിക്കുന്നുണ്ട് എന്നുകൂടി ചിന്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രിസർവേഷൻ്റെ കാര്യത്തിലാണ്. പല ആളുകളും ഇത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല ആളുകളും അവരുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാനായിട്ട് അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. 1-2% കൂടുതൽ കണ്ടതുകൊണ്ട് അത് ചിലപ്പോൾ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വളരെ റിസ്കി ആയിട്ടുള്ള NBFC സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളിലേക്കൊക്കെ ആളുകൾ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കോർപ്പസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു കോർപ്പസാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തുകയാണ്. അപ്പോൾ അത് മുഴുവനും ഇതുപോലുള്ള ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ കുറച്ചൊക്കെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ടാക്സിനെ മുന്നേ കൂട്ടി കാണാറില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ശമ്പളം ചിലപ്പോൾ ഒരു 20,000, 50,000, 1,00,000 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വലിയൊരു രീതിയിൽ ടാക്സ് കൊടുക്കേണ്ടിയും വരുന്നില്ല. എന്നാൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അതൊരു പക്ഷേ 50 ലക്ഷം ആവാം, 1 കോടി ആവാം, 10 കോടി ആവാം. അപ്പോൾ അതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5% റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അതിൻ്റെ പുറത്ത് എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് വലുതാവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റീസും കൂടുതലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് ഷെയർ മാർക്കറ്റിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിനെല്ലാം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ആളുകൾ നേരത്തെ തന്നെ അതിനുള്ള ടാക്സും കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് എങ്ങനെ എക്സംപ്റ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ആ ടാക്സ് ലയബിലിറ്റീസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പല ആളുകളും വിട്ടുപോകാറുണ്ട്. എന്നിട്ട് അവസാനം റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് പല ആളുകളും റിയലൈസ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് കോർപ്പസിലെ അവരുടെ ഇൻകത്തിൻ്റെ നല്ലൊരു പെർസെൻറ്റേജും അവർ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് ആളുകൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നല്ല എക്സ്പെൻസ് നമുക്ക് വേണ്ടി വരും. കാരണം ആ ഒരു സമയത്ത് ഒരിക്കലും നമ്മളൊരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിരിക്കില്ല തിരക്ക് പിടിക്കുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു കാർ മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊന്നും ആയിരിക്കില്ല നമ്മൾ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അന്നന്ന് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കാതെ നേരത്തെ തന്നെ അതിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ വാർദ്ധക്യകാലത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രീമിയം, അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ മക്കളെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റിട്ടയർമെൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിനൊക്കെ അത് വളരെയധികം ഉപകാരം ചെയ്യും. കാരണം ഒരുപക്ഷെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ആളുകൾക്ക് വരുന്ന ആളുകളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവട്ടെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.